മദർ താനൊരു നല്ല അഡ്വൈസ് മോക്ക് കൊടുത്തിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും അമ്മൂൻ്റെ അടുത്ത് പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, നല്ലൊരു വ്യക്തിയാവുക. നിനക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാനുള്ള ഒരു പ്രൊഫഷൻ സ്വന്തമായി കണ്ടെത്തുക, സ്വന്തം ഇഷ്ടം അനുസരിച്ച്. നാളെ പൈസയ്ക്ക് വേണ്ടി ഒരു പ്രൊഫഷൻ കണ്ടുപിടിച്ചൊരു ഡോക്ടറായി എഞ്ചിനീയറായി എന്ന് പറഞ്ഞിട്ട് ഒരു 35 വയസ്സാകുമ്പോഴത്തേനും നമ്മൾ താഴേക്കാകും. 35 വയസ്സ് വരെ ഈ കത്തലുള്ളൂ. ഇത് കഴിഞ്ഞ് നമ്മൾ പൊതുവെ ഇരുത്തം വരുന്നു എന്ന് പറയുന്നത് നമ്മുടെ താഴേക്ക് വരും. ആ വരുന്ന സമയത്ത് ഫ്രസ്ട്രേഷനുകളുടെ ഒരു വലിയ ഭാണ്ഡം ചുമലിലെടുക്കാതെ ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് നമുക്ക് നമ്മുടെ പാഷനോട് കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പ്രൊഫഷൻ ആദ്യം കയ്യിൽ വെക്കുക. പിന്നെ നല്ലൊരു വ്യക്തിയായി വളരുക. വ്യക്തി എന്ന് പറഞ്ഞാൽ സെൽഫ് സെൻറ്റേർഡ് അല്ലാതെ നല്ലൊരാളാവുക, നല്ലൊരു വ്യക്തിയാവുക. ഇത് മാത്രമേ പറയാറുള്ളൂ. ഇങ്ങനെയൊന്നും ഞാൻ വരയ്ക്കാറില്ല. അത് നല്ലതാണ്. നല്ലൊരു വ്യക്തിയായാൽ മതി കേട്ടോ. അത് കൂടുതൽ അതിനകത്ത് വേറെ എക്സ്പ്ലനേഷൻസ് വേണ്ട. പിന്നെ പുസ്തകങ്ങൾ വായിക്കാൻ പറയാറുണ്ട്. കുഞ്ഞിലെയൊക്കെ ഞാൻ എവിടെയെങ്കിലൊക്കെ പോയി പുസ്തകം കൊണ്ട് കൊടുക്കാറുണ്ടായിരുന്നു. കൊച്ചിന് പകർന്നു കൊടുത്തു. പക്ഷേ അത് ഞാൻ കുറ്റമായിട്ട് പറഞ്ഞാൽ അല്ലെങ്കിൽ ആക്ഷേപിച്ച് പറഞ്ഞാൽ പോലും വായന കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. അതൊരിക്കലും ഉള്ള കുട്ടികളിൽ നിന്ന് തട്ടിപ്പറിക്കുകയോ അല്ലെങ്കിൽ പഠിക്കുക എന്ന് പറഞ്ഞ് അങ്ങ് മാറ്റുകയോ ചെയ്യാൻ പാടില്ല. എത്ര അറിവ് ഏതിൽ കൂടിയാണ് കുട്ടികൾക്ക് കിട്ടുക എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ വേറെ പുതിയ വിശേഷങ്ങൾ. ശരിക്കും തനിക്കൊരു പാഷൻ എന്തുവായിരുന്നു? തനിക്ക് ശരിക്കും ഒരു ഒന്നിൽ പിടിതാ ഒന്നുമില്ലാത്തതാണ് സത്യം പറഞ്ഞത്. ഒന്നുമില്ല. വലിയൊരു വട്ടപൂജ്യത്തിൽ നിന്നിട്ട് നമുക്ക് എല്ലാ വശത്തും പിടിക്കാമല്ലോ. അതെ, ഒരു കാര്യം ചോദിക്കട്ടെ, പൂജ്യത്തിന് വിലയില്ല എന്ന് പറയാൻ പറ്റില്ല. അതാ പറഞ്ഞേ, അക്കങ്ങൾ കൂടുന്നോറും അതിന് വില കൂടും. അങ്ങനെ ആവാം. അതുകൊണ്ട് ഞാൻ ചോദിക്കുക, ഏതെങ്കിലും ഒന്ന് ഇല്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു അക്കങ്ങളൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് എഴുതുക. ഇതും കൂടെ കണ്ടപ്പോൾ എനിക്ക് ഉറപ്പിച്ച്, നേരത്തെ പറഞ്ഞു സോഷ്യൽ വർക്ക്സിനെല്ലാം പൈസ വേണം. ഓരോ സെക്ടറിലും 15,000 കോടി, 100 കോടി, 50 കോടി, 60 കോടി, 1 കോടി എന്നൊക്കെ പറഞ്ഞ് വീതം വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പൈസയാണ്, നമ്മൾ ടാക്സ് ആയിട്ട് കൊടുത്തേക്കുന്ന പൈസയാണ്. ഇത് തിരിച്ച് നമ്മളിലേക്ക് എത്തുന്നത് നമ്മളുടെ വെൽഫെയർ സ്കീമുകളായിട്ടാണ്, നമ്മുടെ സൊസൈറ്റിയുടെ വികസനമായിട്ടാണ്. ഇതെനിക്ക് ചെയ്തു തന്നേ പറ്റൂ എന്ന് പറയേണ്ടത് നമ്മളാ. ചെയ്തു തന്നേ പറ്റൂ എന്ന് പറയണം, അവിടെ ഉണ്ടത്. പക്ഷെ അങ്ങനെ ചെയ്തു തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഇറങ്ങിയ ആൾക്കാർക്കൊന്നും ഓൺ ടൈം കിട്ടിയിട്ടില്ലല്ലോ. കിട്ടുന്നുണ്ടല്ലോ. കിട്ടുന്നുള്ളതുകൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. ഞാൻ രാധാമാധവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡാൻസ് പ്രൊഡക്ഷൻ, ഒരു ശാസ്ത്രീയ നൃത്ത കച്ചേരിയാണ്. 4 ഡാൻസ് ഫോമും കൂടി ചേർത്തിട്ട്, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കഥകളി, ഇത് 4ഉം കൂടി ചേർത്തിട്ട് ഒരു ശാസ്ത്രീയ നൃത്ത കച്ചേരി. ഇവിടെ 6 സ്റ്റേജ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പോയ പ്രോഗ്രാമാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ ചെയ്യുമ്പോൾ 2 ലക്ഷം രൂപ ഞാൻ സംഘടിപ്പിച്ചത് ഒരു സ്പോൺസറിലൂടെയാണ്. അത് മിനിസ്റ്ററെ വിളിച്ചിട്ട് അതിൻ്റെ ലോഗോ പ്രകാശനം ചെയ്യാൻ വേണ്ടി മിനിസ്റ്ററെ വിളിക്കുമ്പോൾ സാർ ഇങ്ങോട്ട് പറഞ്ഞു 1 ലക്ഷം രൂപ ടൂറിസത്തിൻ്റെ സ്പോൺസർഷിപ്പ് തരുന്നു. ഇങ്ങോട്ട് പറഞ്ഞ് ചോദിച്ചിട്ടല്ല തരുന്നത്. അപ്പോൾ സ്കീം അവിടെ ഉണ്ട്, ഫണ്ട് അവിടെ ഉണ്ട്. നമ്മൾ ആവശ്യപ്പെടണം. എനിക്കത് ആവശ്യമുണ്ടെന്ന് പറയണം. കൈത്തൊഴിലാളികൾക്ക് എത്ര കോടി രൂപയാണ് ഗവൺമെൻറ് വെക്കുന്നത്? അത് മാർച്ച് അവസാനം വരുമ്പോൾ ലാപ്സായി പോകും. ആരും ഡിമാൻഡ് ചെയ്യാനില്ല. അത് കറക്റ്റാണ്. നമ്മൾ വാദിക്കണം നമുക്ക് വേണ്ടിയിട്ട് വേണമെന്ന് പറയണം. അപ്പോൾ ശരിക്കും ഞാൻ കാര്യം ചെയ്യട്ടെ, ഇതേപോലെ കിട്ടാതെ പോകുന്നവർക്കും ഒക്കെ വന്ന് തന്നോട് വന്നൊരു റിക്വസ്റ്റ് ചോദിച്ചാൽ അവർക്ക് വേണ്ടി നിൽക്കുമോ? തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി വാദിച്ച് പോയി വാങ്ങിച്ചു കൊടുക്കോ? തീർച്ചയായിട്ടും. അത് സാധ്യതയുള്ളൊരു കാര്യമാണെങ്കിൽ, അല്ലാതെ ബാക്ക് ഡോർ പരിപാടി ഒന്നും നടക്കില്ല. ജെനുവിൻ ആണെങ്കിൽ, കൃത്യമായ ആവശ്യങ്ങളാണ്, കൃത്യമായ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ഞാൻ കോർഡിനേറ്റ് ചെയ്യുകയാണ്. ഞാൻ ഗവൺമെൻറ് പ്രോജക്റ്റുകൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യും. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. പ്രേക്ഷകർക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോ. ഗായത്രിയാൽ കഴിയുന്നതെല്ലാം ചെയ്തു കൊടുക്കും. എനിക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതൊക്കെയല്ലേ ചെയ്യാനൊക്കത്തുള്ളൂ. ഇങ്ങനെയൊക്കെ വഴി കാട്ടി തരാനേ പറ്റുള്ളൂ. ഈവൻ ഇങ്ങനെ ഒരു സോഷ്യൽ വർക്ക് ചെയ്യാൻ ഗായത്രിക്ക് അത്രയും ഇഷ്ടമുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് നമ്മൾ എന്നത്തെ നമുക്ക് വേണ്ടി ഒരാളുണ്ടെങ്കിൽ പിന്നെ എന്നാ പഠിക്കാനാ അല്ലേ? എന്നാ ആവശ്യം ഉണ്ടെങ്കിലും ഗായത്രി വിളിച്ചു. ഫോൺ നമ്പർ ഞാൻ തരേ. തീർച്ചയായിട്ടും. അല്ല, അങ്ങനെയല്ല പറഞ്ഞേ, ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. എന്നെ വിളിക്കണമെന്ന് പോലുമില്ല. നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്ത് ഓഫീസ്, പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, അവരോട് പറയുക നിങ്ങൾക്ക് ഇന്ന സ്കില്ലുണ്ട്, ഇന്നൊരു കാര്യം ചെയ്യാനുണ്ട്, എനിക്ക് വേണം, ഇന്നതാണ്, എന്തെങ്കിലും സാധ്യതയുണ്ടോ? ധാർഷ്ട്യമൊന്നും കാണിക്കേണ്ട, അവകാശത്തിൻ്റെ ധാർഷ്ട്യമൊന്നും കാണിക്കേണ്ട. സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുക. ഉണ്ട്, സാധ്യതകളുണ്ട്. എല്ലാവർക്കും വേണ്ട കണ്ടെത്തി വേണം. ഞാൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. നമുക്ക് കപ്പാസിറ്റി ഇല്ലാത്തൊരു കാര്യത്തിന് പോവരുത്. നമുക്കത് ചെയ്യാൻ പറ്റണം. നമ്മൾ ആരാണെന്ന് നമ്മൾ അറിയുന്നില്ല. ആ സത്യം. അത് ആരും പുച്ഛിച്ച് തള്ളേണ്ട ഒരു കോമഡി ആയിട്ട് എടുക്കണ്ട. നമ്മൾ ഫ്രം ദി ബിഗിനിങ് നമ്മളൊരു വ്യക്തിയായി മാറും. ഒരു 10 വയസ്സെങ്കിലും ആവണം കണ്ണു തുറക്കുക അല്ലേ? അന്ന് മുതൽ നമ്മൾ ആരാന്ന് അറിഞ്ഞ് നമ്മൾ മുന്നോട്ട് ഒരു സ്റ്റെപ്പ് പോലും വെക്കുന്നില്ല. മറ്റാരുടെയൊക്കെയോ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ സ്റ്റെപ്പുകൾ മുന്നോട്ട് വെക്കുന്നത്. അമ്മ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, ടീച്ചർ പറഞ്ഞു, സ്കൂളിൻ്റെ പ്രസ്റ്റീജിയസ് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഒരു IT കമ്പനി ചേർന്നു, അതിൻ്റെ മോട്ടോ പറഞ്ഞു,
ആ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്തു. ഇതിനിടയിൽ സ്വകാര്യതയിൽ ഞാൻ ഡാൻസറാണോ, ഞാൻ നർത്തകനാണോ, ഞാൻ എഴുത്തുകാരനാണോ, ഞാനൊരു പാചകക്കാരനാണോ, ഞാൻ നല്ലൊരു സ്വീപ്പറാണോ, ഇതുപോലും നമ്മൾ തിരിച്ചറിയുന്നില്ല. എനിവേ നല്ലൊരു മെസ്സേജാണ് ഗായത്രി തന്നത്. തല്ലുണ്ടാക്കിയാലും ലാസ്റ്റ് കൺക്ലൂഡിങ് ഒരു നല്ല മെസ്സേജ്. നമുക്ക് അവിടെ ഒരു സൊസൈറ്റി ഉണ്ട്, തൃപ്പൂണിത്തുറ വിങ്സ് ഓഫ് ഫയർ എന്ന് പറഞ്ഞാൽ രജിസ്റ്റേർഡ് സൊസൈറ്റിയാണ്. അതിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. അപ്പോൾ അതിൽ കുട്ടികൾക്കും അല്ലാത്തവർക്കൊക്കെ വാല്യൂ എഡ്യൂക്കേഷൻ സെഗ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട്. അപ്പോഴേ ഞാൻ എപ്പോഴും ടൈറ്റിൽ ചെയ്യുന്നൊരു സാധനം വാട്ടാമ്മായി. ഹൂ എന്നുള്ള ചോദ്യം വേണ്ട, അത് ആനിയാണ്, ഗായത്രിയാണ്, എക്സോ വൈ ആരൊക്കെയോ ആവാം. പക്ഷെ വാട്ടാമായി അതൊരു സെഷനാണ്, എങ്ങനെയായാലും ഒരു ഹാഫ് ഡേ ഉള്ളൊരു സെഷനാണ്. അത് എക്സ്പേർട്സിനെ വെച്ച് തന്നെ ക്ലാസ് എടുപ്പിക്കാറുണ്ട്. വാട്ടാമായി നമ്മുടെ ഉള്ളിലുള്ള കഴിവ് നമ്മൾ കണ്ടെത്തുക, അത് നമ്മളുടെ പ്രൊഫഷൻ ആക്കുന്ന ഒരാളാണ് ഫ്രസ്ട്രേഷൻ ഇല്ലാതെ സക്സസ് ചെയ്യുക, ഫ്രസ്ട്രേഷൻ ഇല്ലാതെ ആവുക. അത് അങ്ങനെ അതിലേ പ്രൊഫഷൻ ആവാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ വാട്ടാമായി എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി ഫില്ല് ചെയ്യുകയാണെങ്കിൽ മറ്റു പ്രൊഫഷൻ ഉണ്ടാക്കുന്ന സ്ട്രെസ്സും സ്ട്രെയിനും ഫ്രസ്ട്രേഷനും കുറയും. നമുക്ക് നമ്മുടെ പാത്ത് ചൂസ് ചെയ്യാൻ നോക്കും, ഈസി ആയിട്ട് കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആവും. നമ്മൾ തന്നെ കുറച്ചുകൂടി ക്രിയേറ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് ആകും. കറക്റ്റ് ആണ്. അല്ലെങ്കിൽ മറ്റേത് ഫോഴ്സ്ഡ് ആണ്, കമ്പൽഡ് ആണ്. ജീവിച്ച് തീർത്തല്ലേ പറ്റൂ. ഇവിടെ 10,000 ആസ്വദിച്ച് ജീവിക്കാൻ കോടീശ്വരന്മാരും പറയും കൊണ്ടുപോയല്ലേ പറ്റൂ. അവസാനം ഈ കോടികൾ പോലും ബാധ്യതയാണേ, കൊണ്ടുപോയല്ലേ പറ്റൂ. അങ്ങനെ ആവണ്ട, അങ്ങനെ ആവരുത്, നമുക്കൊരു ബേർഡൻ ആവരുത്. ലൈഫ് എപ്പോഴും അങ്ങനെ ആവാണ്ടിരിക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കോടികളുടെ ഇടയിലും കോടികൾ ഉണ്ടാക്കിയെങ്കിലും അതിലും അതുണ്ടാക്കുന്നിടത്തൊക്കെ ഞാൻ ആരാന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ആനി ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറ്റാതിരുന്നതും, കാരണം ഉത്തരം പറയാൻ പറ്റാതിരിക്കും. നിൻ്റെ പാഷൻ എന്താ എന്ന് ചോദിക്കുമ്പം ഒരൊറ്റ ഗോൾ ഇങ്ങനെ വെച്ചിട്ട് അതിനനുസരിച്ച് ഞാൻ ജീവിക്കും, ഞാൻ അങ്ങനെയാവും, ഞാൻ ഇങ്ങനെയാവും, ഞാനതായില്ലെങ്കിൽ അയ്യോ മൊത്തം ഞാൻ താഴെ വീഴും എന്ന് ചിന്തിക്കേണ്ടെന്ന് തോന്നിയെടുത്ത അൺസർട്ടനിറ്റി ഉണ്ട് എപ്പോഴും. ഇന്ന് മാത്രമേ സത്യമുള്ളൂ. പണ്ട് തിലകൻചേട്ടൻ എന്നോട് പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്, ഫോണിൽ സംസാരിക്കുമ്പോൾ തിലകൻചേട്ടൻ പറഞ്ഞു, ഗായത്രി പുള്ളിയുടെ ഒരു ഇതറിയുമല്ലോ, എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ടല്ലേ പറയുള്ളൂ. നമ്മൾ രണ്ടുപേരും ഈ ഫോൺ ഒരേപോലെ കട്ട് ചെയ്യുമെന്ന് പറയുന്നൊരു മിഥ്യയാണ്. അതായത് ഈ സംസാരിക്കുന്ന ഫോൺ ഒരേപോലെ നമ്മൾ കട്ട് ചെയ്യും എന്നുള്ള ഒരു വിശ്വാസം മിഥ്യയാണ്. ആർക്കും ഏത് സമയവും ജീവൻ പോകാം. ജീവനോടെ ഞാൻ ഈ ഫോൺ കട്ട് ചെയ്യും എന്നുള്ളതൊരു വിശ്വാസം വേണ്ട. സത്യമല്ലേ അത്? സത്യം. അതെല്ലാ കാര്യത്തിലും എല്ലാവരും അതൊരു ട്രൂത്ത് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എനിവേ താങ്ക് യു. ഒരു സാഹിത്യകാരിയെ കിട്ടിയതുകൊണ്ട് നമുക്ക് നല്ല ഈസി ആയിട്ട് ഒരു നല്ലൊരു മെസ്സേജ് കിട്ടി. എനിവേ താങ്ക് യു വെരി മച്ച് ഗായത്രി. ഞാൻ വിചാരിച്ചില്ല ഈ ഒരു ടോക്ക് ഇങ്ങനെ പോകുമെന്ന്. ഞാൻ വിചാരിച്ച ഒരു ഫ്രണ്ട്ലി ടോക്ക് ആയിരിക്കുമെന്ന്. പക്ഷേ ഒരു നല്ല മെസ്സേജാണ് ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് പോലും കിട്ടിയിരിക്കുന്നത്. താങ്ക് യു വെരി മച്ച്.